റഫീഖ നിങ്ങൾ ATM കാർഡ് പൈസയോ? വാടാ ചായ പിടിച്ചിട്ട് പോവാ. റഫീഖ നിങ്ങൾ ഉപ്പാനെ കുറച്ച് ശ്രദ്ധിക്കണം കേട്ടാ. എന്തേനോടാ? നിങ്ങൾ ഓഫീസിൽ പോയാൽ പിന്നെ ഇവിടെ ഫുള്ള് പ്രശ്ന. ഉപ്പ നിങ്ങൾ ഭക്ഷണം കഴിച്ചാ? ഇല്ല മോനെ ഇപ്പം കഴിക്കണം. അതെന്താ ഉപ്പ സമയത്തിന് ഭക്ഷണം കഴിക്കണ്ടേ? ഉപ്പ ഇതാട്ട് വെച്ചോ. എനക്കെന്തിനാ പൈസ? അതെന്താ ഉപ്പ അങ്ങനെ പറയുന്നത്? ഉപ്പാക്ക് പൈസ കൊണ്ടുവരില്ലേ ചെലവിനല്ലോ? ഇപ്പം വേണ്ട, ഞാൻ വേണമെങ്കിൽ ചോദിക്കാം. മേടിക്കുപ്പ. ഇനി എന്തെങ്കിലും വേണമെങ്കിൽ ആവിനോട് ചോദിച്ചാൽ മതി കേട്ടാ. വാങ്ങിക്കുപ്പ, നിങ്ങളെ മോൻ സ്നേഹത്തോടെ തരുന്നല്ലേ. ശരി മോൻ, എന്തെങ്കിലും തന്നെ. എന്നാ ഓക്കെ, ഞാൻ പോട്ടപ്പാ. ആവി ഞാൻ വരുന്നേ. ഈ പൈസ വെച്ച് നിങ്ങൾ എന്നാ ചെയ്യാൻ പോന്ന്? കുറച്ച് ചെലവിൻ്റെ മോളെ ഒരു 500 രൂപ തന്നെ. നിങ്ങൾക്ക് എന്ത് ചെലവ്? നിങ്ങളിവിടെ വെറുതെ ഇരിക്കുന്നതല്ലേ. 3 നേരം ഭക്ഷണം കിട്ടുന്ന തന്നെ വലിയ കാര്യം. അതിന്റെ കൂടെ പൈസയും വേണല്ലേ. അന്യ റഫീഖാനെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിട്ട് ഇനി ഇത് പോയിട്ട് റഫീഖാനോട് പറയാൻ നിൽക്കണ്ട. ഞാൻ ഇത് പറയൊന്നുമില്ല. എനിക്ക് വിശക്കുന്നു, ഇനി ലേശം ഭക്ഷണം ഉണ്ടാക്കുന്നു. നിങ്ങൾ ചോദിച്ചപാട് ഭക്ഷണം ഉണ്ടാക്കി തന്നാലേ നിങ്ങൾക്ക് അഹങ്കാരം കൂടും. ഉപ്പ ഇത് ഉപ്പാന്റെ പാസ് ബുക്കാന്ന്. ഉപ്പാന്റെ പേരിലുണ്ട് ഞാൻ കുറച്ച് പൈസ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട്. എന്തിനാ മോനെ എൻ്റെ പേരിലിട്ടിന് പൈസ? ഇത് നിങ്ങളെ പൈസ തന്നെ ഉപ്പ. നിങ്ങളെ സ്ഥലം വിറ്റ പൈസ ഇല്ലേ, അത് ഞാൻ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തതാ. ഉപ്പ എന്തിനാ അങ്ങോട്ട് നോക്കുന്നു? ഉപ്പ ഇത് പിടിക്കും. നിങ്ങൾക്ക് തീരെ ബുദ്ധിയില്ലേ? ഉപ്പാന്റെ പേരിലെ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തതിന് കുട്ടികളുടെ പേരിലിട്ടൂടെ നിങ്ങൾക്ക് പൈസ? മിണ്ടിപ്പോരുത്. നീ ഒരു മനുഷ്യനാ? നിന്നെ വിശ്വസിച്ചിട്ട് ഞാൻ ഉപ്പാനെ ഇവിടെ ആക്കിയിട്ട് പോന്നു. ഉപ്പാക്ക് കൊടുക്കുന്ന പൈസ വരെ നീ മേടിച്ചു വെച്ചിട്ട് ഉപ്പാക്ക് വിശക്കും പോലെ നേരത്തെ ഭക്ഷണം വരെ നീ കൊടുക്കൂല അല്ലേ? മോനെ വീട് അടിക്കണ്ട. നിക്കുപ്പ, ഈ വീട് സ്ഥലവും ഈ സ്വത്തെല്ലാം ഉപ്പ ഉണ്ടാക്കി വെച്ചതാ. അവരെ എന്നെ പഠിപ്പിച്ചതുകൊണ്ട് ഞാൻ ഇന്ന് ഈ നിലയിലുള്ളത്. ഉപ്പാക്ക് പൈസ കൊടുക്കണ്ടെന്ന് പറയാൻ നീ ആരടി? ആ കുട്ടി എന്നോട് എല്ലാ കാര്യം പറഞ്ഞു. ഇത് നിന്റെ അല്ലടി, എന്റേതാ. നിന്നെ വിശ്വസിച്ചിട്ട് ഉപ്പാനെ ഞാൻ ശ്രദ്ധിക്കണ്ടായിപ്പോയി. ഫോട്ടോ മോനെ ഓൾ അറിയാണ്ട് പറഞ്ഞു വരുന്നത്. നീ നോക്ക്, ഉപ്പ ഇപ്പോഴും നിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. നീ തകർത്തത് അവരുടെ വിശ്വാസം മാത്രമല്ല, എന്റെയും കൂടി വിശ്വാസമാണ്. ഫോട്ടോ മോനെ അതിൻ്റെ പേരിൽ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കണ്ട. ഇല്ല ഉപ്പ, ചില ജന്മങ്ങൾ അങ്ങനെയാ, എത്രയായാലും പഠിക്കൂല. ഇനിയെങ്കിലും കുറച്ച് മാറ്റി ചിന്തിക്കാൻ നോക്കുന്നു.